അങ്ങനെ മാലിക്ക് തുടങ്ങി നിൽക്കണേ. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഇതിന് നേരെ പുറത്തുനിന്നായിട്ട് ഒരു ക്ഷേത്രം വരുന്നുണ്ട്, മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. ഇവിടെ അങ്ങനെ ഒരു കുതിരനെ കണ്ടിട്ടാ. കുതിരനെ കണ്ടപ്പോൾ ഒന്ന് കാണിക്കാൻ എഴുതി. ഇതിൻ്റെയൊക്കെ സ്ട്രെച്ചിങ് നോക്കുകയാണെ എന്തുമാത്രം മനോഹരമായിട്ട് ഓരോന്നും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെ. പിന്നെ അതിന് നേരെ പുറത്തുനിന്നായിട്ട് വലിയൊരു കുളമുണ്ട് കേട്ടോ, മനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് സ്റ്റേ അടിച്ച സ്ഥലത്തെ ഈ ഒരു വാല് മാത്രമാണ് ഇതിനൊരു ബോറായി തോന്നിയത്. കാരണം അതിവിടെ വന്നൊരു കുത്തി നിൽക്കുന്നുണ്ട്. ഇത് ശരിക്ക് വളഞ്ഞ് പൊളിഞ്ഞ് ആ രീതിക്ക് തന്നെ കിട്ടിയെന്നെങ്കിൽ അടിപൊളിയാണ്. ഇത്രയും വണ്ണം വേണ്ടിയില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കറക്റ്റ് സ്ട്രെച്ചിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങുകയാണ്. തഞ്ചാവൂരാണുള്ളത് കേട്ടോ. ജസീദ് അവിടെ മുടി വരണേ. പിന്നെ മോനുസ് ആയി പറഞ്ഞ ഹായ്. ജസീദ നല്ല ടയർഡായിട്ടുണ്ട്. ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്നേ തഞ്ചാവൂർ പാലസ്ക്കാകെ 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി തഞ്ചാവൂർ പാലസ്ക്ക് പോവാണ്. മോനുസിന് പനി മാറിയാ? മോനുസിന് നല്ല പനി ചെയ്യുന്നുണ്ട് രാത്രി മൊത്തം. പേദണ്ടാ? മോനുസിന് സുഖമായിട്ട് ഇവിടെ കിടക്കട്ടോ. ഇവിടെയൊക്കെ കിടക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് വൃത്തിയായി കിട്ടും നമ്മൾ മാട്രസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ തഞ്ചാവൂർ ഭാഗത്താണ് കേട്ടോ. 1962 നിർമ്മിച്ചിട്ടുള്ളൊരു വീട് കണ്ടു. ഈ ഒരു സിറ്റിയിലാണ് കേട്ടോ വീടുള്ളത്. അങ്ങനെ ജെസ്സി ഈ ഒരു പമ്പെന്നാണ് കേട്ടോ കുളിച്ചത്. ഞങ്ങൾ തിരുമ്പൽ പിന്നെ രാവിലെ തന്നെ അവിടെ കുളത്തിൻ്റെ അടുത്ത് നിന്ന് കഴിച്ച്. അവിടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിരുന്നു. വലിയൊരു പമ്പാണ് കേട്ടോ. നമ്മൾ ഇന്നലെ എണ്ണ അടിച്ച പമ്പാണ്. ഹായ് ഫ്രണ്ട്സ്, റിയാസ് സെറ്റാണ്. നമ്മളിന്നുള്ളത് തഞ്ചാവൂർ പാലസിലാണ് കേട്ടോ. ഒരു മാസത്തോളം നമ്മൾ എന്ത് ചെയ്യും, തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പിൽ മാറ്റി വെക്കുന്നുണ്ട്, വലിയ സംസ്ഥാനമായതിനാൽ. അപ്പോൾ തഞ്ചാവൂർ പാലസും അതിന് ചുറ്റുപാടും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കല്ലോ കുളം. അങ്ങനെ തഞ്ചാവൂർ പാലസിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ 2 സൈഡിൽ ആനുണ്ട് കേട്ടോ. കയറുന്ന കവാടത്തിൻ്റെ അവിടെ അങ്ങനെ ആയിട്ട്. പിന്നെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മതിലുകളിലൊക്കെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 ആൾക്കാർക്കും പിന്നെ ഒരു ക്യാമറക്കും കേട്ടോ. മൊത്തം 150 രൂപ കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറാറുള്ളത്. ഇതാണ് കേട്ടോ കൗണ്ടർ വരുന്നത്. നമ്മളെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇതാണ്. വണ്ടി കയറ്റാനായിട്ട് 20 രൂപ വേറെയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ കൊട്ടാരത്തിൻ്റെ പാർക്കിങ്ങിലായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി മാത്രം എല്ലാ വണ്ടിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഉള്ള വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഫ്രണ്ടിൽ ബോണറ്റിൽ ആ സ്റ്റിക്കർ വന്നില്ലേ, അപ്പോൾ തന്നെ ഇതിൻ്റെ ലെവൽ വേറെയായി. പിന്നെ ഒരു ക്യൂട്ട് വണ്ടി. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഗ്രാമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ. ഇനി വരും ദിവസങ്ങളൊക്കെ അങ്ങനെ തന്നെ ആവും. കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ ഇത്രത്തോളം ഗ്രാമങ്ങൾക്കൊന്നും പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മോനുസ് ഉറങ്ങിയിരുന്നു. മോനുസ് ഇന്നലെ പനിയായിരുന്നു, ഇപ്പോൾ പനി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ എടുത്തിട്ട് ഇതാ ഞങ്ങൾ തഞ്ചാവൂർ കൊട്ടാരം കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഈ പാർക്ക് ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ പഴയൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പയ്യന്മാർ. ഇവിടെ എവിടെ നോക്കിയാലും ക്രിക്കറ്റാണ് കേട്ടോ. വോളിബോൾ ഉണ്ട് പറഞ്ഞു, വോളിബോൾ ഇതുവരെ കാണാൻ പറ്റില്ല. കബഡി നമ്മൾ കണ്ടു. കൊട്ടാരത്തിൻ്റെ ഒരു പുറത്തുനിന്നുള്ളൊരു വിഷ്വൽ ഇതാണ്. ഇനി അകത്ത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. നല്ല ഉറക്കത്തിലാട്ടോ മോനുസ് ഉറങ്ങുക. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പഴയൊരു ബിൽഡിങ് കെട്ടിടം വരുന്നുണ്ട് കേട്ടോ. കർഷകരെ പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 1964 പ്രതിമയാണ്. ഒരു പുല്ലെടുത്തിട്ട് വരുന്ന ഒരു പ്രതിമയാണ് കേട്ടോ. അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി പാർക്കിങ് ചെയ്തിട്ട് വണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു രൂപമാണ് കേട്ടോ. ഇത് കൊട്ടാരത്തിൻ്റെ വലിയ തൂണുകളാൽ നിർമ്മിച്ചിട്ടുണ്ട്. അടിഭാഗത്ത് ഒരുപാട് തൂണുകളുണ്ട് കേട്ടോ. കയറി ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ വെള്ളം വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ ബാത്റൂം ഉണ്ട് ഇവിടെ, 5 രൂപ കൊടുത്ത് ഉപയോഗിക്കാം. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു രൂപമാണ് കേട്ടോ കവാടം കാര്യങ്ങളൊക്കെ വരുന്നത്. ചിത്രപ്പണികളാൽ അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, റിയാസ് സെറ്റാണ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തഞ്ചാവൂർ പാലസിലാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓൾ ഇന്ത്യ യാത്രയിലാണ്. കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. റെഡ്സ് കാറിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ കോളം. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറുന്ന ഭാഗത്ത് തന്നെയാണ്.
ഇവിടെ തഞ്ചാവൂർ ആർട്ട് ഗാലറി എന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു ഇത് ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ലഞ്ച് ടൈം കൊടുത്തിട്ടുണ്ട്. 1 മണി മുതൽ 2 മണി വരെ ഓഫായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് സീൽ വെക്കണം കേട്ടോ ഉള്ളിൽ കയറാൻ. പിന്നെ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ളൊരു ഇതിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തട്ടോ. ഇവിടെ ഒരുപാട് കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വരുന്ന സ്ഥലത്തും ഇതുപോലൊരു പ്രതിമ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കാണുന്നത് ഒരു അമ്പലം പോലത്തെ, ഇന്നലെ കണ്ടില്ല നമ്മളൊരു അമ്പലത്തിൻ്റെ അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നേരെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ട് പൂന്തോട്ടങ്ങളുണ്ട് ഒരുപാട്. ഒരു മരം വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു ഔട്ടർ ലുക്ക് ഇതാണ് കേട്ടോ. ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ബെല്ലടിച്ചിട്ടോ, അപ്പോൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാവും. അങ്ങനെ ഈ തലക്കുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടേ ഒരുപാട് കലാവിരുതുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇതുപോലെ ഒരുപാട് കല്ലുകളിൽ കൊത്തുപണികൾ തീർത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊത്തുപണി എടുത്തതിൻ്റെ താഴത്തുമായിട്ട് ഇങ്ങനെ ഒരുപാടുണ്ട്. വലതു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിൽ കണ്ട പോലെ തന്നെ കേട്ടോ. ചുറ്റുപുറത്തും അവിടെ വിളക്കുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം പ്രതിമകളാണ് കേട്ടോ. കല്ലുകളിൽ കൊത്തുപണി എടുത്തിട്ടുള്ള ഈ ഒരു ഏരിയയിലൊക്കെ അങ്ങനെയാണ്, പ്രതിമകളുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ആയിട്ട് ഗ്ലാസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഗ്ലാസ്സുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര കൗതുകം. പിന്നെ ഇതിൻ്റെ കൊത്തുപണികളും കലാവിരുതുകളും ഒക്കെ ഉണ്ടോ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. കല്ലുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ നിർമ്മിതികളും ഇങ്ങനെ വേറെ വേറെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഒരു ബോർഡ് കാണും കേട്ടോ. കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു റൂമാണ് കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനത്തെ പല സാധനങ്ങളും റാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളാണ്. പിന്നെ ഇതുപോലുള്ള വിഗ്രഹങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഹാളിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരും കേട്ടോ. അവിടെ സ്വർണ്ണക്കല്ല് കൊത്തിയ ഒരു പ്രതിമയൊക്കെ കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കല്ല് കൊത്തിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ സൈഡിലുള്ളത് മൊത്തം. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ട്. കൊട്ടാരത്തിൻ്റെ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഫുൾ ഭാഗം വരുന്നത്. അപ്പോൾ 2 മണി ആയി കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ആക്കൂട്ടാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏട്ടനെ ക്ലോസ് ചെയ്യണേ. 2 മണിക്ക് ക്ലോസ് ഇല്ലെങ്കിലാണോ ലഞ്ച് ബ്രേക്ക്? ആ ഓക്കെ. അങ്ങനെ നമ്മൾ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ ക്ലോസ് ആക്കിയിട്ടുണ്ട്. സ്റ്റാഫിന് ഭക്ഷണം കഴിച്ചാൽ പറയാം, നമ്മൾ കാണാൻ വരുന്ന ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ തന്നെ കയറണം. അങ്ങനെ ഈ കയറുന്ന വലതേ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് പോയോക്കാം. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്ന കല്ലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഇരുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനത്തെ കല്ലുകളാണോ പണ്ട് കാലങ്ങളിൽ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അവിടെ ലോങ്ങിലായിട്ട് കുറച്ച് ഹൈറ്റ് ഇല്ല അതുപോലത്തെ കല്ലുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ അടുപ്പിച്ച് വലിയ കനത്തിലുള്ള ഫില്ലറുകൾ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗം ഇതുപോലെ കിടങ്ങ് മാതിരിയാണ് കേട്ടോ. ഇതെന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവണില്ല. അവിടെയും ഒക്കെ കിടങ്ങുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതുപോലത്തെ വലിയ കിടങ്ങുകളാണ് കേട്ടോ. അവിടെയൊക്കെ കിടങ്ങുകളാണ്. അങ്ങനെ നമ്മളുള്ളത് ഈ ഒരു കിടങ്ങിലാട്ടോ. നമ്മൾ ആദ്യം അവിടെ നിന്നിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഒരാളെ ഹൈറ്റോളം വരുന്നുണ്ട് കിടങ്ങ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഏരിയാസൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കിടങ്ങിന്. എനിക്ക് തോന്നുന്നത് പണ്ട് ശത്രുക്കളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും അതുപോലെ ഇവർക്ക് യുദ്ധം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കിടങ്ങായിട്ട് തോന്നുന്നത്. ഇതൊരു ഫ്രണ്ടേജാണ് വരുന്നത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ.
ഇതിങ്ങനെ ഈ കിടങ്ങ് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരാളെ നിൽക്കാനുള്ള ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്താ ഇങ്ങനെ ഇതുവരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇങ്ങോട്ട് പോയി നോക്കാം ഈ ഒരു ഏരിയ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ ഒരു ഏരിയക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്, പക്ഷേ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെയൊക്കെ പല ആളുകളും വന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പെന്നിലും പെൻസിലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇതേപോലത്തെ ഒരു ഏരിയയാണ് നമുക്ക് കാണാം. അപ്പോൾ സംഭവം തന്നെയാണ് ശത്രുക്കളിൽ നിന്നും മാറി നിന്നവർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഏരിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു മതിലുണ്ടല്ലോ, ഈ മതിലിൻ്റെ അപ്പുറത്തേക്കാണ് ഈ കൊട്ടാരത്തിൻ്റെ എല്ലാം വരുന്നത്. ഈ ഒരു ഏരിയ ഇതിനെ സെപ്പറേറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനും ഒഴിഞ്ഞ് നിൽക്കാനൊക്കെ പറ്റിയൊരു ഇതായിട്ടാണുള്ളത്. ഞാനിപ്പോൾ കാണിച്ച ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. അപ്പോൾ തോക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കാണുന്നുണ്ട്, എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെയും ക്ലോസ് ആണ് കേട്ടോ, കയറാൻ കഴിയൂല, ക്ലോസ് ആണ്. ഒക്കെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കെട്ടിട നിർമ്മിതിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും അതേ സമീപനമാണ്. ഒരാൾക്ക് ഇതിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കിടങ്ങ് കേട്ടോ. ഒരാൾക്ക് ഇതിൽ ഇറങ്ങി നിൽക്കാം. ഇത് ഇപ്പോൾ നെറ്റ് കൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അതേപോലെ കിടങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ഒരാൾക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതുപോലെയാണ്. പിന്നെ കുറേയൊക്കെ പൊളിഞ്ഞാടി പോയിട്ടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പല ആളുകളും കലാവിരുദ്ധ തീർത്തിട്ടുണ്ട് കേട്ടോ. വളരെ മോശമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതിൻ്റെ ആ ഒരു തനിമയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമ്മളെ കാലം കഴിഞ്ഞാലും കാണേണ്ടവർക്ക് കാണാൻ കഴിയുള്ളൂ. ഈ ഡോറിൻ്റെ ഉള്ളിൽ വഴികൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ടൈമായിരുന്നു. കയറാൻ കഴിയില്ല കേട്ടോ. ഒക്കെ വഴികൾ കാണുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു എൻട്രൻസ് ഏരിയയിലുള്ള, അതായത് ആ ബിൽഡിങ്ങാണ് കാണുന്നത്, അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു കെട്ടിട നിർമ്മിതിയാണ് കേട്ടോ. നല്ലോണം പഴക്കം തോന്നുന്നുണ്ട്, പക്ഷേ പൂട്ടിയിട്ടിട്ടുണ്ട്. കയറാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോയത് ആർട്ട് വാലിയിലേക്കാണ് കേട്ടോ. ഈ ഒരു കവാടം കടന്നിട്ട് നമ്മൾ പോയത്. ഇതിൻ്റെ ഏകദേശം രൂപങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ആർട്ട് ഗാലറിയാണ്. ഈ കാണുന്നതേ ഒരു ലൈബ്രറിയാണ് കേട്ടോ. സരസ്വതി മഹൽ ലൈബ്രറിയാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു സ്വാമിയുടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ഈ ഒരു കളക്ഷൻ സെൻറ്ററിൽ വന്നപ്പോഴേ ഒരുപാട് തേങ്ങ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടോ. പിന്നെ തഞ്ചാവൂരിൻ്റെ ഒരു ഏരിയക്ക് വന്നപ്പോഴാണ് ഇതുപോലത്തെ പാവകളെ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടാ. പല ഷോപ്പുകളിൽ ഒരുപാട് എണ്ണുണ്ട്. ഇവിടെ ഒരുപാട് കലവിരുതിൽ തീർത്ത സാധനങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടോ. ഇതൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ. ഇതിങ്ങനെ ഉരുട്ടണത്, പിന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന മരത്തിലുള്ള ഓരോ സാധനങ്ങൾ കേട്ടോ. പിന്നെ അത് വ്യത്യസ്തമായിട്ടുള്ള കുരുവിക്കൂടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പുറം ചൊറിയുന്ന സാധനം കേട്ടോ, മരത്തിലുള്ള. പിന്നെ ചെറിയ വണ്ടി കേട്ടോ, ഇങ്ങനെ ഉരുട്ടണ ഫാനിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ നോക്കിയപ്പോഴേ ഇതുപോലത്തെ മരം കൊണ്ടുണ്ടാക്കിയ ഡോൾഫിനെ കണ്ടിട്ടാ. ഇങ്ങനെ ആടനുണ്ട് ആള്. അയ്യവ. പിന്നെ വേറൊരാൾ തട്ടാ. അയ്യവ. ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കണ മരത്തിലുള്ള പാമ്പാണ് കേട്ടോ. ഇത് വേറൊന്ന്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ബുള്ളറ്റാണ്. ഇത് ഉണ്ടാക്കിയിരിക്കണ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾഡ് സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. 650 രൂപയാണ് വില വരുന്നത്. ഈ ഒരു സാധനം ഇങ്ങനെ ആർഡർ നോക്കിയിട്ടാ വികൂല. ഏതൊരു ദിശയിൽ നമുക്ക് വെക്കാം, വികൂല. വെറൈറ്റി സാധനങ്ങളാട്ടോ. ഇത് തീർത്തിക്കണ നോക്കിക്കോളി. പിന്നെ സൈക്കിള്, ഒരു വെറൈറ്റി സൈക്കിള്.
അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടാ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മേലെ ഭാഗത്തുള്ള കൊത്തുപണികളും പെയിൻറ്റിങ്ങും ഒക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അതായത് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട്. ലഞ്ച് ടൈമിന് 1 മണി മുതൽ 2 മണി വരെയുള്ള ഫ്രീ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്താണ് കേട്ടോ. ഇതുപോലെ വിശ്രമ കേന്ദ്രങ്ങളിലും വിശ്രമ സ്ഥലത്തൊക്കെ ഇരുന്ന ആളുകൾ ഇരിക്കണം. ഇതിനൊന്നും ആവശ്യമില്ല, ഇവർക്ക് സ്റ്റാഫിന് മാത്രം ഭക്ഷണം കഴിക്കാൻ പോയാൽ പോരെ. ഞാനൊരു അഭിപ്രായക്കാരനാട്ടോ. അങ്ങനെ ലൈബ്രറീൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും നമ്മൾ സീൽ ഒപ്പിക്കണം കേട്ടോ, നമ്മളെ പാസിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ വെക്കാനേ ഈ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. 100 രൂപ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാൻ നിർത്തി മേടിച്ചാൽ. അങ്ങനെ ലൈബ്രറീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ മൊത്തം എ സി ഉള്ള റൂമാണ് കേട്ടോ. 2 സൈഡുകളിലും ഒരുപാട് പുസ്തകങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കുളിക്കാൻ കൊടുക്കുന്ന വെള്ളം ഫുള്ള് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ടാങ്കിലേക്ക് വരുന്നത് കേട്ടോ. അത് കാണിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ മൊത്തത്തിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെയ്ത കമ്പനീൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഫിൽട്ടറായിട്ട് ഈ വെള്ളം നേരെ ഈ ടാങ്കിലേക്ക് വരും കേട്ടോ. അങ്ങനെ കയറി വരുന്ന വലതേ ഭാഗത്ത് ഫീഡിങ് റൂം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഒരു പ്രതിനിധിയാണ് കേട്ടോ ഉള്ളത്. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിശാലമായിട്ടുള്ളൊരു കോൺഫറൻസ് ഹാളിനെ പ്രതിനിധീകരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൻ്റെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ളതുപോലത്തെ ഒരു AC ഹോളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങൾ ഏത് പടത്തിനെന്നാ? അതുപോലെ ഇങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ് കേട്ടോ. മടക്കി വെക്കാവുന്ന രീതിയിലുള്ള സോഫ സെറ്റുകളാണ്. ഈ ഒരു കോൺഫറൻസ് ഹാളിൽ അല്ലെങ്കിൽ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ 10 AC ആണ് കേട്ടോ ചുറ്റുഭാഗത്തും വരുന്നത്. പിന്നെ മേലൊക്കെ LED ലൈറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൊജക്ടർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട്, ഒരു സിനിമാ തിയേറ്ററുമായൊരു സാധനം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തഞ്ചാവൂരിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കാണിച്ചിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കും കേട്ടോ. അതും ഈ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ്. അഡീഷണൽ ചാർജ് കാര്യങ്ങൾ ഇതൊന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ടെല്ലാവരും ഇറങ്ങിട്ടോ. ഇനി അടുത്ത സെക്ഷനിലേക്കുള്ള ആളുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലേ ഫോട്ടോ അലോട്ടില്ല കേട്ടോ. കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിക്കണമെങ്കിലും അലോട്ടില്ല. ഇങ്ങനൊരു ഹോള് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഏടുകൾ കാര്യങ്ങൾ പഴയകാല ഓർമ്മകളിലുള്ള പല സംഭവങ്ങളുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും അലോട്ടല്ല കേട്ടോ. ലിപി അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. എന്നാ പറഞ്ഞെടുക്കേ. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സരസ്വതി മഹൽ ലൈബ്രറിയെ പറ്റിയിട്ടുള്ള. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ദർബാർ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. പലവിധ കലാവിരുതുകൾ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട്. പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇങ്ങനൊരു എൻട്രൻസ് ആണ് കേട്ടോ നമ്മളെ ദർബാർക്ക് വരുന്നത്. ദർബാർ ഹാളിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. ഇതിൻ്റെ മേൽഭാഗങ്ങളിലൊക്കെ കലവിരുതുകൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ദർബാർ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടേക്കുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിലായിട്ട് തന്നെ ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു കലവിരുത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിങ് ആണ് ഇവിടെയൊക്കെ, പെയിൻറ്റിങ് ആണ് കേട്ടുള്ളത് കൂടുതലായിട്ടും. പഴയകാല കെട്ടിടങ്ങളെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും അടർന്ന് പൊളിഞ്ഞൊക്കെ പോന്നിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. ഇവിടെ ഇങ്ങനെ എൻട്രൻസ് വരുന്നുണ്ട്, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പുതിയ നിർമ്മിതികളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മ്യൂസിയം ഈ ഭാഗത്തുണ്ട്. ദർബാർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ദർബാർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയ്ക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളൊരു സിംഹത്തിൻ്റെ കൂടെ ഒരു പ്രതിമ, ബൊമ്മയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ശില്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മേലേക്ക് നോക്കുമ്പോൾ അടിപൊളിയായിട്ടൊരു താമര വരച്ചല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഏരിയയിലൊക്കെ പുതുതായിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും നമുക്ക് അങ്ങനെ അലോട്ടില്ല കേട്ടോ.
ഇവിടെയൊക്കെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ വർക്കുകൾ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കടക്കാൻ അലോട്ടില്ല എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ മഹാരാജാസ് ദർബാറിനെ പറ്റിയിട്ടുള്ള ഫുള്ള് വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്, ഇതിനുള്ളിൽ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യാമറക്ക് 30ഉം ആളുകൾക്ക് 2 ആൾക്ക് 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറ ആളുകൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ഇരുട്ടുകളാണ് കേട്ടോ, കൂടുതൽ വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല. ആ പഴയ കാല മതിൽക്കെട്ടുകൾക്കുള്ളിലൂടെ നമ്മൾ യാത്ര കേട്ടോ. ഇവിടെ ഇങ്ങനെ വിളക്ക് തെളിയിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ വിളക്ക് തെളിച്ചിരുന്ന ഇവിടെ ഇതുപോലെ എന്തോ ഒരു എൻട്രൻസ് ഉണ്ട്, എന്തോ നമ്മളെ ഇവിടെ ഇതേപോലെ വിളക്കൊക്കെ കൊടുത്തിരുന്ന സ്ഥലമുണ്ട് കേട്ടോ, കാണുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഡോറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇത്രയും വലിയ ഡോറുണ്ട്. ഇത് ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗത്തായിട്ട്. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതുപോലെ ചെറിയൊരു പൂന്തോട്ടം കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് നോ എൻട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. മേലേക്കുള്ള വഴിയാണ് കേട്ടോ, ലോക്ക് ചെയ്തിട്ടിട്ടില്ല. അപ്പോൾ മ്യൂസിയം എന്നുള്ള ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ഔട്ടർ ലുക്കായിട്ട് ഇതാണ് കേട്ടോ. ഇങ്ങനൊരു മുറ്റം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു മഞ്ച കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പഴയ കാല വീടിൻ്റെ വരാന്തകളിലൂടെ എന്താ നമ്മളെ യാത്ര. മേലൊക്കെ നോക്കിക്കോളി, മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ഈ ഡോറിന് കടന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവല് ഏരിയക്കെട്ടെത്തുക. കണ്ടോ, മതിലൊക്കെ അലങ്കരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക തരം ഡിസൈനിങ്. മേൽഭാഗം ഇതുപോലെയാണ്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പലക കൊണ്ട് എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും നോട്ട് എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോ എൻട്രി എന്നുള്ളതുണ്ട്. പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് മെമ്മോറിയൽ ഹാള് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ചുവന്ന കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇതുപോലെ ഒരുപാട് കോണി സ്റ്റെപ്പുകൾ കണ്ടു കേട്ടോ. അത് കയറിയിട്ട് വേണം നമ്മൾ ഇനി യാത്ര ചെയ്യാൻ. ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിനായിട്ട് കിടക്കുകയാണ്. പ്രത്യേക ഡിസൈനുകളൊന്നും ഇല്ലെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അലങ്കാര ഡിസൈന്. ഇനി നമുക്ക് ഇങ്ങനെയാണ് പോയോ കേട്ടോ. ഈ ഒരുപാട് കോണി സ്റ്റെപ്പുകൾ കൗതുകങ്ങളെ ഉണർത്തുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 സൈഡിലും അതുപോലത്തെ ചുവപ്പ് കല്ലുകൾ ഒട്ടിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ പഴയ ഡോർ കേട്ടോ, പഴയൊരു ഡോറുണ്ട് 2 സൈഡുകളിലും. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓട്ട കാണുന്നുണ്ട്, എന്താ കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ഇവിടെ ഏൽപ്പിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ആനയുടെ ഒരു വിഗ്രഹം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സംഭവം തഞ്ചാവൂരിൽ നിന്നാണ് കേട്ടോ മെയിനായിട്ട് ചെയ്തു വരുന്നത്. അതുപോലെ നമ്മളെ വാളും പറ്റിയുണ്ട്. ഇവിടെ രാജാക്കന്മാരെ കസാരകൾ കാണുന്നുണ്ട് കേട്ടോ, അടിപൊളി. അതിലിരുന്ന രാജാവിൻ്റെ ഫോട്ടോയും കാണുന്നുണ്ട്. അവിടെ രാജാക്കന്മാരും വിലക്ക് ഉപയോഗിച്ചിരുന്ന പെട്ടികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. 1910 എന്ന് കാണുന്നുണ്ട്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ മൊത്തം ഉണ്ട് കേട്ടോ അവിടെ. മനോഹരമായിട്ടുണ്ട്, എല്ലാ സംഗതികളും ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ രാജാക്കന്മാരെ പടനായകന്മാർ ഉപയോഗിച്ചിരുന്ന കുന്തം, തോക്ക് എല്ലാം ഉണ്ട് കേട്ടോ. തോക്കൊക്കെ കണ്ടില്ലേ, അതൊരു കുത്തി മലർത്താനും പറ്റും, വെടിവെക്കാനും പറ്റും എന്നുള്ളതാണ്. നമ്മളെ ഈ കടിച്ചെറിയണ ആ ഒരു സാധനമില്ലേ, ബോംബിന് പകരം, അതൊക്കെ കേട്ടോ അവിടെ. ഈ ഒരു ഏരിയയിൽ വിളക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ ടേബിളാണിത്. പിന്നെ ഒരു രാജാവിൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. ഇതൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളാണ്. ഇവിടെ തട്ടോ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്ന ഓരോ സാധനങ്ങൾ ഇതൊക്കെ രാജാക്കന്മാർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ കുഞ്ഞ ഇസ്തിരിപ്പെട്ടി ഉണ്ട് കേട്ടോ. ഇസ്തിരിപ്പെട്ടി, അത് ഇസ്തിരിപ്പെട്ടിയാണ്. കുറേ സ്വാമിമാരായിട്ടുള്ളതും പിന്നെ അതായത് കുഞ്ഞൊരു ബോക്സ് കേട്ടോ, വെത്തിലടക്കം കെട്ടി വെച്ചിരുന്ന മാതിരത്തെ നമ്മളെ വീടുകളിൽ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, കുഞ്ഞ ബോക്സ്. ഇതൊക്കെ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഓരോ സാധനങ്ങളായിട്ടാണ് കേട്ടോ തോന്നുന്നത്.
ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറേ ആനകൾ, നാണയങ്ങൾ കേട്ടോ, പല സ്ഥലത്തുണ്ടായിരുന്ന നാണയങ്ങൾ, കോയിൻസുകൾ എല്ലാം ഉണ്ട്. പിന്നെ എഴുത്ത് ഓലകൾ കേട്ടോ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ കേട്ടോ, ഒക്കെ വ്യത്യസ്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒക്കെ അതിനനുസരിച്ചുള്ള ആ ഒരു ഈങ്ങലും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ടേബിളാണ് കേട്ടോ. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ മനോഹരമായിട്ടുണ്ട്. മറ്റേ ഫോട്ടോസിലൊക്കെ ഉള്ള അതേപോലെ കേട്ടോ. ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ ഡ്രസ്സുകൾ, സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ പല ഐറ്റം ഗിഫ്റ്റുകളാണ് കേട്ടോ അവർക്ക് കിട്ടിയത്. കീ ചെയിനുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഏരിയ. ഇതൊക്കെ ആ ഒരു ഏരിയ കേട്ടോ. പല ഐറ്റം കീ ചെയിനുകളുണ്ട്. രാജാക്കന്മാർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. തായ്ലാൻഡിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ കാണുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയത്, സിംഗപ്പൂരിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയത്, അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഗിഫ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ രാജാവ് ഇരുന്നിരുന്ന ഈ ഒരു കസേരയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരുപാട് മഞ്ചകൾ, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ കാലത്തതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷേ പുതുമയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയക്ക് നോക്കുമ്പോൾ രാജാക്കന്മാരെ വാള്, കാര്യങ്ങൾ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഈ ഏരിയക്ക് വരുമ്പോഴേ നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കൂത്തുന്ന സാധനമല്ലേ, എന്താ കണ്ടോ, ഈ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ വാളുണ്ട്. പിന്നെ ഇതെന്താ, ഇത് ഒലക്കാണല്ലേ, വടിയാണല്ലേ, ഇതൊരു വടിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട് കേട്ടോ. ഇതെന്തോ അലങ്കരിച്ചെന്നൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പണ്ട് കാലങ്ങളിൽ. എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. ഇവിടെ ഒരുപാട് പഴയ സാധനങ്ങൾ കേട്ടോ, പാത്രങ്ങളും ഉരുളികളും സ്പൂണുകളും ഇങ്ങനെയുള്ളതൊക്കെ, നഖം വെട്ടികൾ, ഇങ്ങനെയുള്ളൊക്കെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കത്തിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രായമായ ആളുകൾ താങ്ങാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന ഒരു സാധനം കേട്ടോ. ഈ തലക്കത്തെ സാധനം കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ പിടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് മയില്, അവരുപയോഗിച്ചിരുന്ന സാമഗ്രികൾ. പിന്നെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഒരുപാട് കറൻസികൾ കേട്ടോ. അതത് രാജ്യങ്ങളെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മലേഷ്യയാണ് കേട്ടോ കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ ഓരോ നാട്ടിലെ കോയിൻസുകൾ കേട്ടോ. സ്ഥലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓരോ മാപ്പുകൾ, കാര്യങ്ങൾ, ഫോട്ടോസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അതേപോലെ ഓരോ ഫോട്ടോസ്, കാര്യങ്ങളും, മാപ്പുകളൊക്കെ ഉണ്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓരോ ഗിഫ്റ്റുകളാണ് കേട്ടോ. ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ, പാത്രങ്ങൾ. ഈ ഭാഗത്തും ഓരോ ഗിഫ്റ്റുകൾ, പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇതേതോ വലിയ രാജാവ് ഉപയോഗിച്ചെന്നാണ് തോന്നുന്നുണ്ട്. പ്രത്യേകം വെച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അത് ഒരുപാട് തലപ്പാവുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഏകദേശം മേൽഭാഗമാണ് നോക്കുന്നത്. ഇതൊരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേൽഭാഗം ഇതേപോലെ ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. എല്ലാ ഭാഗവും പ്രത്യേക തരം ഡിസൈനിലാണ് കേട്ടോ. അങ്ങനെ പഴയൊരു കൊട്ടാരത്തിലാണ് നമ്മളുള്ളത്. ഉള്ളിലേക്ക് കയറി നോക്കട്ടോ. പല വഴിക്കും തിരിയാനുള്ള ഗ്യാപ്പുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്, ക്ലോസ് ആണ്. ഇവിടെ ഇതുപോലെ ഒരു റൂമുണ്ട്. ഇതുപോലെ ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇരുട്ടറയിലേക്കാട്ടെ നമ്മൾ പോവുക. ഇവിടെ ഇങ്ങനെ പഴമയെ നിലനിർത്തുന്ന ഒരുപാട് അറകൾ വരുന്നുണ്ട് കേട്ടോ. പല അറകളും നിഗൂഢതകളും നിറഞ്ഞ കൊട്ടാരങ്ങളാണ് ഉണ്ടായിരുന്നത്. കുട്ടേട്ടാ, ഇങ്ങനെ ഒരു ഏരിയ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കേട്ടോ. ഞാൻ വേറൊരു ഫോണിൽ ഫ്ലാഷ് എടുത്തുകൊണ്ട് കാണണേ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ. ഇവിടെയൊക്കെ സ്മെല്ല് കൂടുതലാണ്. ഇത് ലാസ്റ്റ് എൻട്രൻസ് കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ വരും കേട്ടോ. മേൽഭാഗം കണ്ടോളി, അടിപൊളി. ഇവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾ കലവിരുത് തീർത്തിട്ടുണ്ട് എഴുതി വെച്ചിട്ട്. വേറൊന്നുമില്ല കേട്ടോ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ഒരു കുത്തനെയുള്ള ഒരു റൂമാണ്. കുത്തനുള്ള സ്റ്റെപ്പുകളാട്ടോ ഈ കാണുന്നത്. ഈ ഒരു ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനെ സംരക്ഷിച്ചിട്ടില്ല കേട്ടോ. അല്ലേ ജസിയ?
അവിടെയൊക്കെ ഓരോ കല്ലുകൾ. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഇതേപോലത്തെ ഒരു ഹോളാണ് കേട്ടോ. ഓരോ ഹോളാണേ. ഫ്ലാഷ് കിടത്തി കഴിഞ്ഞാൽ കാണിച്ചില്ല. കിടത്തി ഓണാക്കി. ഇതേ പണ്ടത്തെ പെട്ടികളാട്ടോ, സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്ന ഓരോന്നും അട്ടിക്കിട്ട് വെച്ചിരിക്കുകയാണ്. 1 2 3 4 5 എണ്ണം ഉണ്ട് കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഇതിനെ സംരക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ദർബർ ഹാളിലേക്ക് പോയി. ഹോളിൻ്റെ നേരെ ഇപ്പുറത്തുള്ളൊരു എൻട്രിയാണ് പാലസിൻ്റെ സ്റ്റോർ കേട്ടോ. ജസ്റ്റ് നമുക്ക് കയറി നോക്കാം എന്താ ഉള്ളതെന്ന്. കയറി ചെല്ലുമ്പോൾ അതുപോലത്തെ ഒരു ഫേസാണ് കേട്ടോ നമുക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു താമരക്കുളം വരുന്നുണ്ട് കേട്ടോ. പഴമയെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു താമരക്കുളം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതിലൊക്കെ മേടിക്കാൻ പറ്റിയ സാധനങ്ങളാട്ടോ. ഓരോന്നും പ്രൈസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാട്ടോ ഈ കാണുന്നത്. ഇതിന് 6000 രൂപ വില വരുന്നുണ്ട്. ഇത് 4500 രൂപ വില വരുന്നുണ്ട്. അത് 700 രൂപ ജീപ്പ്. അവിടെ 700 രൂപേൻ്റെ ജീപ്പ് കേട്ടോ. ഇപ്പോഴത്തെ കുഞ്ഞത് 450 രൂപ. ഇതിലൊക്കെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള. നമ്മളവിടെ കണ്ട പോലത്തെ കുഞ്ഞ ഇസ്തിരിപ്പെട്ടി കേട്ടോ ആ കാണുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ വെള്ളിയിൽ ഇതിലൊക്കെ തീർത്ത കലാ സാധനങ്ങളാണ്. ജിമിക്കി കമലിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഗ്രാഫിക്സ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വിൽക്കാനുള്ളതാണ് കേട്ടോ. ഈ ഒരു ഏരിയക്കൊക്കെ വരുമ്പോൾ പറയാനുള്ള കാര്യം തന്നെയാണ്, കറക്റ്റായിട്ട് സംരക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ പൂട്ടി സീൽ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു സർവത്ത് പറഞ്ഞിട്ടുണ്ട്. മോൻക്ക് ഒരു സോഡയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. രസമുണ്ടാ? തണുപ്പുണ്ടാ? അടിപൊളിയാ. സർവത്ത് മേക്ക് ചെയ്യണത് ആദ്യം സർവത്ത് ഒഴിച്ചു, പിന്നെ ഐസും കട്ടയായിട്ടോ ഉപയോഗിക്കണേ. പിന്നെ നാരങ്ങ വീണിട്ടുണ്ട്. അങ്ങനെ സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ്. കുഴപ്പമില്ല, നമ്മളവിടുത്തെ അതേപോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 2 മണിയായപ്പോഴേ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. അങ്ങനെ 1600 ഒരു ഇമേജ് സ്റ്റോറിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും അലമറകൾക്കുള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില്ല അലമറകൾക്കുള്ളിൽ മൊത്തത്തിൽ ഇതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപം വരുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ മേലുള്ള ഈ കൊത്തുപണികളും കലാവിരുതുകളുമാണ് കേട്ടോ. ഇത് എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ഏരിയയിൽ. ഇവിടെ ഇങ്ങനെ ഒരു ഉരുളി കണ്ടു കേട്ടോ. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ വരെ ഉണ്ട്. ഒരുപാട് ഹുക്കുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ ലെങ്ത്ത് വരെയുള്ള ഇതിൻ്റെ ആർട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. എല്ലായിടത്തുള്ള ആർട്ടുകൾ മനോഹരമായിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. കൊത്തുപണികൾ കൂടെയുള്ള പെയിൻറ്റിംഗ് ആണ്. മാറിക്കാം.